മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കൃപയും സമാധാനം. കുഞ്ഞുങ്ങളെ, ഫയർ. ഞാനോർക്കാണ് കൂനമ്പാവ് കൺവെൻഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ സ്നേഹമാണ് കേട്ടോ. കൺവെൻഷന്റെ നാളെയാണ് സമാപന ദിവസം. നാളെ ഞായറാഴ്ച ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ കൺവെൻഷന് മുഴുവൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കും. ഞാൻ ലാസ്റ്റ് ദിവസം ഉണ്ടായിരിക്കുകയല്ല, പിന്നെ മറ്റൊരു ശുശ്രൂഷ ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് മൂവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചത്തെ അഭിഷേകാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടെ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അഭിഷേകാന്തി ശനിയാഴ്ച ഒരു നേരം കഴിഞ്ഞ ദിവസം പല സാക്ഷ്യം വായിച്ചില്ലേ, ഉപവാസമൊക്കെ എടുത്ത് ആ അഭിഷേകത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് നമുക്കൊരു നന്മനും ചൊല്ലി നാളത്തെ അഭിഷേകത്തിന്റെ വിഷയം അഭയസ്ഥലമാണ് വാടാമുൾച്ചെടി. ഒരു പ്രത്യേക വിഷയമാണ്. നമുക്കൊരു അഭയസ്ഥലം വാടാമുൾച്ചെടി. അതെന്താണെന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പം നമുക്കൊരു നന്മനും ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മളൊരു നന്മറിഞ്ഞറി ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനൊക്കെ കാര്യമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന അത്രയ്ക്ക് പവർഫുള്ളാണ്. ഈ ഒരു പ്രാർത്ഥന വഴി എൻ്റെ സഹോദരങ്ങൾ അഭിഷേകാന്തിയിൽ ഈശോ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ, അതുവഴി രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. കൊരമാവ് കൺവെൻഷൻ വലിയൊരു വിജയം അനുഗ്രഹമായിരുന്നു കേട്ടോ. കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കൺവെൻഷനല്ലേ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ്: കണ്ടവരില്ലെങ്കിൽ കാര്യമില്ല എന്നുള്ളതാണ്. കണ്ടവരില്ലെങ്കിൽ കാര്യമില്ല. ഇപ്പൊ നമുക്ക് കോടതിയിലൊക്കെ ആണെങ്കിലും സാക്ഷി പറയും അല്ലെ, ഞാനത് കണ്ടതാണ്, ഞാനത് കേട്ടതാണ്. അപ്പൊ സാക്ഷികളുടെ ആ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ കാര്യത്തിലും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈശോയുടെ കാര്യം. ഈശോയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന് 31-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24:31. അതിന് വെളിപ്പെടുത്താണ് ജോഷുവയുടെ കാലത്തും അവന് ശേഷം ജീവിച്ചിരുന്നവരും, അതായത് ജോഷുവയുടെ കാലത്ത് പിന്നെ ജോഷുവയ്ക്ക് ശേഷം ആ കാലത്തൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യര്. പിന്നെ പറയുകയാണ്, ഇസ്രായേലിന് വേണ്ടി കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോഷുവയുടെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ മോശയുടെ കൂടെ നിന്നിട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കണ്ടു. അന്നുണ്ടായിരുന്ന അതിനുശേഷം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇത് കണ്ടവരാണ്. കാരണം മേഘസ്തംഭത്തിൽ അഗ്നിസ്തംഭത്തിൽ കർത്താവ് വ്യാപരിച്ചത്, മന്ന, കാടപക്ഷി, ജോർദാൻ വിഭജിക്കുന്ന ചെങ്കടൽ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ കണ്ടവരാണ്. പിന്നെ ജോഷുവയുടെ കാലത്തിന് ശേഷം ഉണ്ടല്ലോ, പിന്നെ ഇതെല്ലാം നേരിട്ട് കണ്ട കുറച്ച് ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, സഭയെ നയിച്ചിരുന്നവര്, അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേൽ അവരുടെ കാലഘട്ടത്തും ഇസ്രായേൽ ചെയ്ത കർത്താവിന് അതുപോലെ ശുശ്രൂഷിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പസ്തോലന്മാരുടെ കാലത്ത് അപ്പസ്തോലന്മാർ നേരിട്ടൊരു ഈശോയുടെ അനുഭവം കണ്ടവരാണ്. ആ കണ്ടവരുടെ കാലത്തെ സഭ അതുപോലെ ഞങ്ങൾ ഫ്ലറീഷായിട്ട് വരികയാണ്. അപ്പോൾ ഓരോ കാലം പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് തോമാസ്ലീഹ പറഞ്ഞൊരു വചനം വളരെ ബലമാണ്. അപ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കാണാതെ തന്നെ അതേപോലെ വിശ്വസിക്കുന്ന സാക്ഷികളുടെ സമൂഹമുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. പ്രധാനമായി ഒരു സഭ, ഒരു കോൺഗ്രിഗേഷൻ. ഞാൻ പലപ്പോഴും അതിൻ്റെ ഹിസ്റ്ററികൾ എടുത്തൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അത് തുടങ്ങിയ ആ സമയത്ത് ഓരോ കോൺഗ്രിഗേഷൻ ഇപ്പോൾ 1000-2000 വർഷമായിട്ട്, അല്ലെങ്കിൽ 1000-1500 വർഷമായിട്ടും 10,000 ഒക്കെ വർഷമായിട്ട്. കാരണം എന്താ, അതായത് ആ ഒരു ഒറിജിനൽ ക്യാരിസം കിട്ടിയ ആൾക്കാരുണ്ട്. അതിനെ കണ്ട് ആ ക്യാരിസം നിലനിൽക്കാതെ അതേ ചൈതന്യത്തിൽ പോകുമ്പോൾ സഭ കോൺഗ്രിഗേഷൻസ് എല്ലാം പിടിച്ചു നിൽക്കുക. പക്ഷേ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു അനുഭവം കുറയുമ്പോൾ ബാക്കിയെല്ലാം ചിഹ്നഭിന്നമായി തീരും. അതാണ് വിദേശ രാജ്യങ്ങളൊക്കെ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ബൈബിളിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് അങ്ങ് കാണണം. വി ഹാവ് ടു വിഷ്വലൈസ് അവർ ഫെയ്ത്ത് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം സംഭവിച്ചതാണ്, ഒരു മാറ്റം ഇല്ലാത്തതാണ് അല്ലേ. അത് കണ്ടു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളത് കണ്ടു, വിശ്വസിച്ചു. അങ്ങനെ പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഇങ്ങോട്ട് വ്യാപരിക്കും. അതുകൊണ്ടാണ് ബെന്റുമാർ പാപ്പ ഒരിക്കലും പറഞ്ഞെങ്ങനെയാണ്, ബൈബിൾ വായന തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറ്റപ്പെടണം അല്ലേ. പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് വരണം. ശരിക്കും ഓരോ വചനവും വായിക്കുമ്പോൾ ദൈവമേ ഇതെല്ലാം കണ്ട ആ ഒരു അനുഭവത്തിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരണം. ഞാൻ പണ്ട് നമ്മൾ പറഞ്ഞു, ഓരോ വചനം വായിച്ചിട്ട് ഇതെല്ലാം നമ്മൾ ഇത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പറയുന്ന പോലെ തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടവരില്ലെങ്കിൽ കാര്യമില്ല. ഉദാഹരണം പറഞ്ഞ് ഞാൻ പല സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസം കോനന്മാർ സാക്ഷിയൊക്കെ പറയും, ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഈശോ അങ്ങോട്ട് നേരിട്ട് കണ്ടൊരു അനുഭവം ഉണ്ട്. അപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് അങ്ങോട്ട് സാക്ഷ്യം പറയാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കാണണം, ആഗ്രഹിക്കണം
അല്ലേ? തോമാസിലുകൾ പ്രത്യേകം മധ്യസ്ഥമൊക്കെ ഉണ്ടാകട്ടെ കേട്ടോ. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവെ, പരിശുദ്ധാത്മാവെ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ബൈബിളിലെ ഓരോ സംഭവങ്ങളും വായിക്കുമ്പോൾ കർത്താവ് അത് നേരിട്ട് കണ്ടതുപോലെ ഒരനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഓരോ കാര്യങ്ങൾ ഈശോനെ കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നേരിട്ട് കണ്ടതുപോലെ അങ്ങനെ സഭയെ പിടിച്ചു നിർത്താൻ, വിശ്വാസികളെ പിടിച്ചു നിർത്താൻ, ഓരോരുത്തരെയും കർത്താവെ, സഭയെ നേതൃത്വത്തിലുള്ളവരെ മാത്രമല്ല ഓരോ വിശ്വാസികളെയും അങ്ങനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം, കുടുംബത്തിൽ മക്കൾക്ക് ഈ ഒരു അനുഭവം അതേപോലെ കണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാത്ത മാതാപിതാക്കന്മാരെ അഭിഷേകം ചെയ്യണമേ. കോളേജുകളിലെ, സ്കൂളുകളിലെ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർക്കും ഇതേ അനുഭവത്തിന്റെ തീവ്രതകൾ യേഹു എന്ന് പറഞ്ഞ ബൈബിളിലെ രാജാവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, കർത്താവിനുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത നീ വന്ന് കാണുക, അതേപോലെ തന്നെ അഭിഷേകം കൊണ്ട് നിറയട്ടെ കർത്താൻ. നാളത്തെ അഭിഷേകം കാണാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.